മലയോര മേഖലയുടെ ജനങ്ങളുടെ വോട്ട് എന്നതിൽ ഉള്ള ഒരു പ്രതികരണമാണോ അതോ ആ പ്രശ്നം കൃത്യമായി അഡ്രസ്സ് ചെയ്തുണ്ടാകുന്ന ഒരു ഐക്യപ്രഖ്യാപനമാണോ? ഇത് എങ്ങനെയാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, ഏതെങ്കിലും തരത്തിലൊരു ഐക്യപ്രഖ്യാപനത്തിനൊരു ആവശ്യം ഈ വിഷയത്തിലില്ല. കാരണം മലയോര ജനതയുടെ വികാരത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ളത്. കോൺഗ്രസും UDF-ഉം എക്കാലത്തും ആ നിലപാടിനോടൊപ്പമാണ് പോകുന്നത്. അടുത്ത കാലത്തുള്ള ഈ സങ്കീർണതകളിലൊക്കെ വളരെയധികം ഞങ്ങളുടെ നിലപാടുകൾ മലയോര ജനതയോട് കൂടിയാണ്. ഇവിടെ മാധു, നിങ്ങൾ നോക്കുക, നമ്മുടെ മലയോര ജനത എന്നത് മാത്രമല്ല, നമ്മുടെ എടനാട് പ്രദേശത്ത് തീരപ്രദേശം ഒഴികെയുള്ള മുഴുവൻ ഭൂമിയിലും ഇന്ന് കാട്ടുപന്നികൾ വിഹരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ മാസവും കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ ഒരാളെങ്കിലും കൊല്ലപ്പെടുന്നുണ്ട്, നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. ഹ്രസ്വകാല വിളകൾ തൊട്ട് ദീർഘകാല വിളകൾക്ക് വരെ വലിയ മാരകമായ പ്രഹരമാണ് ഇവ ഏൽപ്പിക്കുന്നത്. വെട്ടുകിളികളെ പോലെയാണ് രാത്രി ഇവ ഇറങ്ങി നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ ഒരു കാർഷിക വ്യവസ്ഥിതിക്ക് ഒരു സമ്പൂർണമായൊരു ആഘാതമാണ് കാട്ടുപന്നികളെ ഏൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആനയും പുലിയും അടക്കമുള്ള വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് നടത്തുന്ന ജീവഹാനികൾ, കഴിഞ്ഞ ദിവസമൊക്കെ മലപ്പുറം ജില്ലയിലെ കാളികാവിലുണ്ടായ ഒരു റബ്ബർ ടാപ്പിംഗ് കർഷകന്റെ മരണമൊക്കെ എത്രമാത്രം ദാരുണമാണ് എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ നിയമങ്ങളും പൊളിച്ചെടുക്കാൻ സമയമായി. ഓരോ കാടിൻ്റെയും അല്ലെങ്കിൽ റിസർവ് വനങ്ങളുടെ ക്യാരിയിങ് കപ്പാസിറ്റിയെക്കുറിച്ചൊരു വിശദമായ പഠനം നമ്മുടെ സർക്കാർ നടത്തേണ്ടതുണ്ട്. ആ സംഭരണ ശേഷിക്ക് അല്ലെങ്കിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ ആ ശേഷിക്ക് അതീതവും അല്ലെങ്കിൽ അതിന് പുറത്തുമുള്ള മൃഗങ്ങളെ തീർച്ചയായിട്ടും എങ്ങനെയാണ് കള്ളിങ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം സന്തുലിതമായിട്ട് പരിമിതപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കള്ളിങ് ഓഫ് അനിമൽ അതിലൊരു മാർഗമാണ്. സമാനമായിട്ട് സാന്ദ്രത കുറഞ്ഞ ഇടങ്ങളിലേക്ക് മൃഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന രീതികൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലും അവലംബിച്ചത് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളിപ്പോൾ ഈ കടുവകളുടെ, പുലിയുടെ കാര്യം എടുക്കുക. ഒരു ആൺപുലിയെ സംബന്ധിച്ചിടത്തോളം 40 മുതൽ 100 വരെ സ്ക്വയർ കിലോമീറ്ററുകളാണ് ആൺപുലിയുടെ ഒരു ഭൂവിസ്തൃതി പരിധി. അതുപോലെ പെൺപുലിക്ക് 14 കിലോമീറ്റർ സ്ക്വയർ ആണ്. നമ്മുടെ എല്ലാ കൺസർവേറ്റീവ് ഫോറസ്റ്റുകളുടെയും പരമാവധി വിസ്തൃതി 1000 മുതൽ 1500 വരെ സ്ക്വയർ കിലോമീറ്ററുകളാണ്. അപ്പോൾ ഈ പ്രഖ്യാപിതമായ എല്ലാ കടുവ റിസർവ് വനങ്ങളുടെയും വിസ്തൃതി ഏറെക്കുറെ ആ തലത്തിലാണുള്ളത്. അങ്ങനെയുള്ള ഇടങ്ങളിൽ നൂറുകണക്കിന് പുലികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ വർഗ വ്യവസ്ഥയിൽ നിന്ന് തന്നെ അവർ പുറന്തള്ളപ്പെടുമ്പോഴാണ് പലപ്പോഴും നാടുകളിലേക്ക് കടന്നു വരുന്നത്. ഈ നാടുകളിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വരുമ്പോൾ അതിനുള്ളൊരു പ്രശ്നം, ഇപ്പൊ ആന കടന്നു വരുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട അപര്യാപ്തത അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറയാം. കടുവയും പുലിയും ഒക്കെ ഇറങ്ങി വരുന്നതിൽ ഏറെയും ആ പരിക്കുകൾ ഏൽക്കുന്നതോ വാർദ്ധക്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോ കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോ അങ്ങനെ പരിമിതികളുള്ള മൃഗങ്ങൾ ഇറങ്ങി വരുന്നതാണ്. നമുക്ക് കൃത്യമായി ഈ പറയുന്ന വിസ്തൃതി, അതായത് അവരുടെ ഒരു ജൈവിക വിസ്തൃതിയുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇത് ഇറങ്ങി വരുന്നത് എന്ന് പഠനം തെളിയിക്കുന്ന ഒരു രേഖ നമ്മുടെ കയ്യിലില്ല. ആധികാരികമായൊരു രേഖ എന്ന നിലയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ അങ്ങനെയില്ല. മറ്റൊരു പ്രശ്നം, ഇപ്പോൾ ശ്രീ സണ്ണി ജോസഫും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നുണ്ട് ഈ വെളിച്ചെണ്ണയാണോ മണ്ണെണ്ണയാണോ എന്നുള്ളൊരു കാര്യം. അത് നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് അപ്പുറമാണ്. ഒരു വന്യമൃഗത്തെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഡയലോഗ് പറയാമെന്നുള്ളത് ശരിയാണ്. അത് അതിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതുമാണ്. അത് നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു. പക്ഷെ അതിനപ്പുറത്ത് അങ്ങനെ ഒരു വന്യമൃഗത്തെ കൊല ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെ സംസ്കരിക്കണം എന്നത് സംബന്ധിച്ച് നിയമം കൃത്യമായി പറയുന്നുണ്ട്. അതിനെ ഭക്ഷ്യയോഗ്യമാക്കണം എന്നുള്ളത് മലയോര ജനതയുടെ ഒരു ആവശ്യമാണ്. എന്നിരുന്നാൽ പോലും അതിന് നിയമ ഭേദഗതി ആവശ്യമുണ്ട്. മാധു, ഇവിടെ നമ്മളൊക്കെ എത്രമാത്രം പിന്തിരിപ്പനായിട്ട് ക്ലേശകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഈ നിയമങ്ങളും ഈ വ്യവസ്ഥിതിയൊക്കെ നമ്മോട് വിളിച്ചോതുന്നത്. കാരണം ഇവിടെ ഒരു കാട്ടുപന്നികൾ, ഡസൻ കണക്കിന് കാട്ടുപന്നികളാണ് നാട്ടിലെ തോട്ടങ്ങളിലൂടെ വിഹരിച്ച് നടക്കുന്നത്. ആ കാട്ടുപന്നികളെ കൊന്നു കഴിഞ്ഞിട്ട് അതിനെ മണ്ണെണ്ണ ഒഴിച്ച് തന്നെ സംസ്കരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനാണ്? എന്താണ് ഇതിൻ്റെയൊക്കെ ചേതോവികാരം? ഇതിൻ്റെയൊക്കെ അന്തർഗതം എന്താണ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ ചിരിയാണ് വരിക. തീർച്ചയായിട്ടും ഞാനത് പറയട്ടെ സുഹൃത്തെ,
ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതൊക്കെ പിന്നെ 10 കൊല്ലം 15 കൊല്ലം 1970-കളിൽ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. അത് കഴിഞ്ഞ് പല ഭേദഗതികളും വന്നിട്ടുണ്ട്. ഇതൊക്കെ മാധു നേരത്തെ പറഞ്ഞല്ലോ, ഇത് ചില ശാസ്ത്രീയ പഠനങ്ങളൊന്നും ക്യാരിയിങ് കപ്പാസിറ്റിയെ കുറിച്ച് വന്നിട്ടില്ല എന്ന്. ഈ പുലികളുടെ അല്ലെങ്കിൽ കടുവകളുടെ ആവാസ വ്യവസ്ഥിതിയെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ട് ആ ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരും റിസർച്ച് സ്കോളർമാരും പ്രസിദ്ധീകരിച്ച ഔദ്യോഗികവും ആധികാരികവുമായ കണക്കാണത്. ആ കണക്കിന് പുറത്ത് കടുവകളുടെ ആധിക്യമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യവസ്ഥിതിയിൽ ആ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ആനുകാലികമാകണം എന്നുള്ളതാണ് പ്രശ്നം. അതിനപ്പുറത്തേക്ക് അധികരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇക്കാലത്ത് പഠിക്കണം.